വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സഹോദരന്മാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും മോശ മുഖാന്തരം നമുക്ക് ലഭിച്ച ന്യായപ്രമാണവും തമ്മിലുള്ള വ്യത്യാസം അനേക ക്രിസ്ത്യാനികൾക്കും അല്ലെങ്കിൽ വിശ്വാസികൾക്കും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഇന്നും ന്യായപ്രമാണം വായിക്കുകയും പഠിക്കുകയും അതിലുള്ള കാര്യങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അത് തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണമാണ്. ഈ കർത്താവായ യേശുക്രിസ്തു എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് സംസാരിച്ച കൂട്ടത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി: തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോൾ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശുക്രിസ്തു സംസാരിച്ചു വരുമ്പോൾ യേശുക്രിസ്തു ആ ശിഷ്യന്മാരോട് പഴയ നിയമ വേദപുസ്തകത്തെ, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പുതിയ നിയമ വേദപുസ്തകം ഇല്ലല്ലോ, പഴയ നിയമ വേദപുസ്തകത്തെ യേശുക്രിസ്തു മൂന്നായി തിരിച്ചുകൊണ്ടാണ് അവരോട് സംസാരിച്ചു വന്നത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്തുള്ള പഴയ നിയമ പുസ്തകങ്ങളെ യേശുക്രിസ്തു തന്നെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. മോശയുടെ ന്യായപ്രമാണം, പ്രവാചകന്മാരുടെ പുസ്തകം, സങ്കീർത്തനങ്ങൾ, ഇങ്ങനെ മൂന്നായി തിരിച്ചുകൊണ്ട് യേശുക്രിസ്തു പഴയ നിയമത്തെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് യേശുക്രിസ്തു പറയുകയാണ്, ഈ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണമെന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് യേശുക്രിസ്തു പറയുന്നത്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്നാണ്. അപ്പോൾ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് മുഴുവൻ വേദപുസ്തകത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം തിരുവെഴുത്തുകൾ തിരിച്ചറിയണമെങ്കിൽ കർത്താവ് ബുദ്ധിയെ തുറക്കണം എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇന്ന് അനേക വിശ്വാസികൾക്കും തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ കഴിയാത്തതിൻ്റെ കാരണം യേശുക്രിസ്തുവിൻ്റെ കൃപയും മോശ മുഖാന്തരം ഇസ്രായേലിന് കൊടുത്ത ന്യായപ്രമാണവും തിരിച്ചറിയാതെ ഇന്ന് ഏതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, ആചരിക്കേണ്ടത് എന്ന് തിരിച്ചറിയാതിരിക്കുന്നതിൻ്റെ കാരണം തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാനുള്ള ആ ബുദ്ധി അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ് എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിന് ലഭിക്കേണ്ടതിന് എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ശുശ്രൂഷകന്മാർ വിശ്വാസികളോട് പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് എങ്ങനെയാണ്, ഈ വേദപുസ്തകം നമ്മൾ ബുദ്ധി കൊണ്ട് പഠിച്ചാൽ പറ്റത്തില്ല, അത് ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിയണം എന്ന് പറഞ്ഞു. വേദപുസ്തകം ബുദ്ധി കൊണ്ട് പഠിച്ചാൽ മനസ്സിലാകത്തില്ല എന്ന് ഈ വേദപണ്ഡിതന്മാർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ദൈവം എന്തോ പ്രത്യേക വെളിപ്പാട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് ആത്മാവിൽ ഗ്രഹിച്ച കാര്യമാണ് എന്നാണ് വിശ്വാസികളെ അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ ഈ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്ന ഒരു കാര്യം, ഞാൻ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഇച്ഛിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലാകണമെങ്കിൽ പൗലോസ് പറയുന്നത് ബുദ്ധി കൊണ്ട് സംസാരിക്കണമെന്നാണ് പറയുന്നത്. യേശുക്രിസ്തു എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ബുദ്ധി തുറന്നു കൊടുത്തു തിരുവെഴുത്തുകൾ തിരിച്ചറിയുവാനായിട്ട്. അപ്പോൾ ഈ
തിരുവെഴുത്തുകൾ മൂന്നായിട്ട് തരംതിരിച്ചാണ് പറഞ്ഞത്. ഒന്ന് മോശയുടെ ന്യായപ്രമാണം, 2 പ്രവാചക പുസ്തകം, 3 സങ്കീർത്തനം. അങ്ങനെ ഈ 3 പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകേണ്ടതായിരുന്നു എന്ന് ഞാൻ ജീവനോടിരുന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരോട് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു തന്നെ പറയുന്നത് ക്രൂസിൽ കിടന്നുകൊണ്ട് നിവൃത്തിയായി എന്ന് പറഞ്ഞു. നിവൃത്തിയായി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിവൃത്തിയായത്? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരുന്നതൊക്കെയും നിവൃത്തിയായി എന്നാണ് യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനാണ് എന്ന് ഈ യേശുക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പ് പ്രവാചക പുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിലും സങ്കീർത്തനത്തിലും എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ എഴുത്തുകളെല്ലാം നിവൃത്തിയായി എന്നാണ് യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് പറഞ്ഞത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് വിചാരിക്കരുത്, അതിനെ നിവർത്തിപ്പാനാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനായി വന്നവനാണ്. യേശു ക്രൂശിൽ വെച്ചുകൊണ്ട് നിവൃത്തിയായി എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു എന്താണ് നിവർത്തിച്ചതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളെല്ലാം പല രീതിയിൽ മറുപടി പറയുന്നവരാണ്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞത് ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയായി എന്നാണ് പറഞ്ഞത്. അപ്പം അത് തിരിച്ചറിയുവാനായിട്ട് മനുഷ്യൻ്റെ ബുദ്ധി തുറക്കണം എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇതാണ്. ഇന്നും വിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച പുതിയ നിയമവും യേശുക്രിസ്തു നൽകിയ കൃപയും അതുപോലെ തന്നെ മോശ മുഖാന്തരം ഇസ്രായേലിന് കൊടുത്ത ന്യായപ്രമാണവും അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയാതെയാണ് ഇന്നും അനേക ദൈവമക്കൾ ന്യായപ്രമാണ പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും വായിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാം. ഇന്ന് പെന്തക്കോസ്ത് സഭകളിലെല്ലാം ആരാധനയുടെ മധ്യത്തിൽ സാക്ഷ്യം പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഈ സാക്ഷ്യം പറയുന്നതിന് മുമ്പായിട്ട് ഒരു സങ്കീർത്തനം വായിക്കും. ഏതാണ്ട് 90% സഭകളിലും സഭായോഗത്തിൻ്റെ മധ്യത്തിൽ, അതായത് ഏകദേശം മധ്യഭാഗം വരുമ്പോൾ അവിടെ ഒരു സങ്കീർത്തനം വായിക്കും. സങ്കീർത്തനം വായിക്കാത്ത സഭകളും കാണുമായിരിക്കും. അവിടെ ഒരു സങ്കീർത്തനം വായിച്ചിട്ട് സങ്കീർത്തനത്തിൽ നിന്ന് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതിനാധാരമായിരിക്കുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും എന്നൊക്കെയുള്ള വചനമൊക്കെ എടുത്താണ് പറയുന്നത് സങ്കീർത്തനം വായിക്കണമെന്ന്. അപ്പോൾ സങ്കീർത്തനം വായിക്കുന്നതിന് ഞാൻ എതിരല്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സങ്കീർത്തനവും പ്രവാചക പുസ്തകങ്ങളും ന്യായപ്രമാണവും അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതും യേശുക്രിസ്തു നിവൃത്തിയാകേണ്ടതിനെ കുറിച്ചുള്ളതുമായ കാര്യങ്ങളാണ്. യേശുക്രിസ്തു നിവർത്തിക്കേണ്ടതും യേശുക്രിസ്തുവിൽ ദൈവം നിവർത്തിക്കേണ്ടതും ആയ കാര്യങ്ങളാണ് ആ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത് ന്യായപ്രമാണ പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എല്ലാം പറയുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിൽ നിവൃത്തിയാകേണ്ട കാര്യങ്ങളുടെ നിഴലായിരുന്നു എന്നാണ്. അതായത് യേശുക്രിസ്തു മുഖാന്തരം എന്ത് നിവൃത്തിയാകണമായിരുന്നോ അല്ലെങ്കിൽ എന്ത് വെളിപ്പെടണമായിരുന്നോ അതിൻ്റെ നിഴലായിരുന്നു പഴയ നിയമ കാലയളവിൽ നടന്ന എല്ലാ കാര്യങ്ങളും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുതിയ നിയമം സ്ഥാപിതമായതിനു ശേഷം വീണ്ടും പഴയ നിയമ പുസ്തകങ്ങളെ എപ്പോൾ പഠിക്കുകയും അതിനെ വായിക്കുകയും പഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ
പുതിയ നിയമം എന്താണ്, കൃപ എന്താണ് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന് ഞാനൊരു ഉദാഹരണമായിട്ട് ഇങ്ങനെ പറയാം. ഈ പെന്തക്കോസ്ത് സഭകളിലൊക്കെ സാക്ഷ്യം പറയുന്ന സമയത്ത് അനേക സഹോദരന്മാരും ഇങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടാവും. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നോളാം എന്ന് പറയും. എന്നിട്ട് ഇവരെ സന്തോഷിപ്പിച്ച വാക്യം വായിക്കുന്നത് എവിടെന്നാന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളിൽ നിന്ന് ഒരു വാക്യം വായിച്ചിട്ട് എന്നെ സന്തോഷിപ്പിച്ച വാക്യം ഇതാണ് എന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും വായിച്ചിട്ടാണ് പറയുന്നത് എന്നെ സന്തോഷിപ്പിച്ച വാക്യം ഇതാണെന്ന്. ഏറ്റവും കൂടുതൽ സഹോദരന്മാരെ സന്തോഷിപ്പിച്ചു എന്ന് പറയുന്ന വാക്യങ്ങൾ കിടക്കുന്നത് സങ്കീർത്തനങ്ങളിലാണ്. അപ്പം സങ്കീർത്തനങ്ങളാണ് വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷം പേരും ഏറ്റവും കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ആശ്വാസം പ്രാപിക്കുകയും സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നത് സങ്കീർത്തനങ്ങളിലാണ്. ഇന്ന് പ്രസംഗകന്മാരായിട്ടുള്ളവർ സഭയിൽ പഠിപ്പിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നുമൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ്. അങ്ങനെ പറയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കളയാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നല്ലത്. അപ്പോൾ ഒരു സഭായോഗത്തിൻ്റെ സമയം ഒരു പാസ്റ്റർ തന്നെ ആ സമയം കൈയടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സഭായോഗത്തിലെ സമയത്തിൻ്റെ 90% പാസ്റ്റർ തന്നെയാണ് ആ സമയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സമയം എങ്ങനെയെങ്കിലും കളഞ്ഞ് ഇരിക്കുന്ന വിശ്വാസികളുടെ സമയം കൊല്ലിക്കാൻ, ഇല്ലെങ്കിൽ ഇരിക്കുന്ന വിശ്വാസികളെ ബോറിങ് ആക്കാൻ വേണ്ടിയിട്ട് അവർ സംസാരിക്കുന്നത് എപ്പോഴും സങ്കീർത്തനത്തിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രസംഗിക്കുന്ന പ്രസംഗകന് പോലും ഈ തിരുവെഴുത്തുകളെ ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ന്യായപ്രമാണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പ്രസക്തി എന്താണ്, ന്യായപ്രമാണം ദൈവം തന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ന്യായപ്രമാണത്തിന് ഇന്നുള്ള പ്രസക്തി എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെയാണ് ഈ പ്രസംഗകന്മാരിൽ ബഹുഭൂരിപക്ഷം പേരും എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുഴുവൻ വിശദീകരിക്കാൻ ഈ വീഡിയോയിൽ ടൈം പോരാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം. ന്യായപ്രമാണം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് വേണ്ടി ദൈവം നൽകിയ പ്രമാണമാണ്. അത് പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിൽ, സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ 2 വാക്യം അതിനാധാരമായി വായിച്ച് കേൾപ്പിക്കാം. ഒന്നാമത്തെ കാര്യം റോമലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യമാണ്. അതിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ യഹൂദന് എന്ത് വിശേഷതയുണ്ട്, പരിച്ഛേദനയാൽ എന്തു പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ പൗലോസ് പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സമർപ്പിച്ചിരിക്കുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ യഹൂദന്മാർക്കാണ് എന്നാണ് അവിടെ പറയുന്നത്. ഇനി റോമാലേഖനം 9-ാം അധ്യായത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കാം. ആ 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം: അവർ ഇസ്രായേല്യർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളതും. അപ്പോൾ വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ന്യായപ്രമാണം യഹൂദന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ദൈവം നൽകിയതാണ് എന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞത്. അപ്പം ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ എന്നാണ് പറഞ്ഞത്. അപ്പം ന്യായപ്രമാണമുള്ള ജാതി എന്ന് പറയുന്നത് യഹൂദൻ മാത്രമാണ്, ഇസ്രായേലിയൻ മാത്രമാണ്. അപ്പം ഇസ്രായേലിയർക്ക് മാത്രമായി ദൈവം നൽകിയ പ്രമാണമാണ് ന്യായപ്രമാണം. അതുകൊണ്ടാണ് ദൈവം മോശ മുഖാന്തരം ന്യായപ്രമാണം നൽകി.
ദൈവത്തിൻ്റെ സ്വന്തം ജനമായി വേർതിരിച്ച് നിർത്തുവാൻ നൽകിയ പ്രമാണമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ആ ന്യായപ്രമാണം ഇസ്രായേലിനല്ലാതെ മറ്റ് ജാതികൾക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ആദ്യ സഭയിൽ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവരെ ന്യായപ്രമാണ പ്രകാരം മോശയുടെ ന്യായപ്രമാണം കൂടി അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണമെന്ന് യെരുശലേം സഭയിലൊരു തർക്കമുണ്ടായി. അപ്പോൾ ആ തർക്കത്തിൽ പറഞ്ഞത് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവർ മോശയുടെ ന്യായപ്രമാണം കൂടെ അനുസരിച്ചെങ്കിലേ രക്ഷ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള വിഷയം. അതിനെ എതിർത്ത് സംസാരിച്ച മനുഷ്യനാണ് പൗലോസ് ലീഗ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഇന്ന് നമുക്ക് ന്യായപ്രമാണം പുതിയ നിയമസഭയിൽ വരുന്നവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അത് ആചരിക്കേണ്ട കാര്യമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ അന്ന് തർക്കിക്കുകയാണ് ഉണ്ടായത്. ഇന്നും പെന്തക്കോസ്തുകാരുടെ ഇടയിലുള്ള ഒരു സംഭവം ഇതാണ്. വിശ്വാസത്തിലേക്ക് വരുന്നവരെ ന്യായപ്രമാണം പഠിപ്പിക്കുവാണ്. അതിന് ന്യായപ്രമാണം പഠിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണം നീക്കുവാനല്ല നിവർത്തിപ്പാനാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ന്യായപ്രമാണം പഠിക്കണമെന്നാണ് അവർ പറയണത്. പക്ഷെ അവിടെ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണം നിവർത്തിക്കാൻ വന്നു എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ന്യായപ്രമാണം നിവർത്തിച്ചു. അപ്പോൾ യേശുക്രിസ്തു നിവർത്തിച്ച ന്യായപ്രമാണം ഒരിക്കലും മനുഷ്യനെ കൊണ്ട് അനുസരിക്കാൻ സാധ്യമല്ലാത്ത ന്യായപ്രമാണം കർത്താവായ യേശുക്രിസ്തു ആണ് അനുസരിച്ച് നിവർത്തിച്ചത്. അതിനി അനുസരിക്കാൻ കഴിയാത്ത മനുഷ്യൻ വീണ്ടും ന്യായപ്രമാണം നിവർത്തിക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം ആ ഒരു കാരണം പറഞ്ഞാണ് ഇന്നും ന്യായപ്രമാണ പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തന പുസ്തകങ്ങളും എല്ലാം വിശ്വാസികളെ പഠിപ്പിക്കുന്നതും വിശ്വാസികൾ വായിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ന്യായപ്രമാണം എന്ന് പറയുന്നത് ഇസ്രായേലിന് വേണ്ടി മാത്രം ദൈവം കൊടുത്ത പ്രമാണമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിലെ സകല ജനതകളിൽ നിന്നും ദൈവം സ്വന്തം ജനമായിരിക്കേണ്ടതിന് തിരഞ്ഞെടുത്ത ഒരു ജനമാണ് ഇസ്രായേലിയർ എന്ന് പറയുന്നത്. ആ ഇസ്രായേലിനെ ഏതെല്ലാം വിധത്തിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നുള്ളതിന് കൊടുത്ത പ്രമാണമാണ് ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിൻ്റെ ഉള്ളടക്കം അത്രേ ഉള്ളൂ, ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ഇസ്രായേലിനും വിശുദ്ധരായിരിക്കണം. അപ്പോൾ ഇസ്രായേൽ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ദൈവം നൽകിയ പ്രമാണമാണ് ന്യായപ്രമാണം എന്ന് ഒറ്റ വാക്കിൽ പറയാം. ദൈവത്തിൻ്റെ ജനത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട്, വിശുദ്ധിയിൽ സൂക്ഷിക്കാനായിട്ട്, വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് ദൈവം നൽകിയ പ്രമാണമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. പക്ഷെ യേശുക്രിസ്തു പറയുന്നത് എന്താണെന്നറിയോ? ആ ന്യായപ്രമാണം എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നോ. അതായത് ന്യായപ്രമാണം ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? അല്ലെങ്കിൽ ന്യായപ്രമാണം ഒരു ചൂണ്ടുപലകയാണ്. ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നറിയോ? യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ടുപലകയാണ് ന്യായപ്രമാണം എന്ന് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരോട് പറയുന്നുണ്ട്. അത് തന്നെയാണ് യേശുക്രിസ്തു എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോടും പറഞ്ഞത്. ന്യായപ്രമാണത്തിലും മോശയുടെ പുസ്തകത്തിലും പ്രവാചക പുസ്തകത്തിലും എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും ചൂണ്ടുപലകയായിട്ടിരിക്കുന്നത് ആരെ ചൂണ്ടിക്കൊണ്ടാണെന്നറിയോ? യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ചൂണ്ടുന്ന ഈ ചൂണ്ടുപലക, ആ ചൂണ്ടുപലക യേശുക്രിസ്തു വരുന്നത് വരെ പ്രയോജനം ഉണ്ടായിരുന്നു. യേശുക്രിസ്തു വന്നതിന് ശേഷം വീണ്ടും ചൂണ്ടുപലകയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ എത്താൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്തിനാ ചൂണ്ടുപലക? ചൂണ്ടുപലക എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള മാർഗം കാണിച്ചു തരുന്നതാണ് ഈ ചൂണ്ടുപലക എന്ന് പറയുന്നത്. അപ്പം ആ ചൂണ്ടുപലക നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ പറയാതെ തന്നെ അറിയാം. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സിഗ്നൽ ബോർഡ് കാണിച്ചു തന്നാൽ നിങ്ങൾ ആ സിഗ്നൽ ബോർഡിനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ സ്ഥലത്ത് എത്താൻ പറ്റത്തില്ല. അതുപോലെയാണ് യേശുക്രിസ്തു പറഞ്ഞ്, ഈ പഴയ നിയമ പുസ്തകങ്ങളിലെല്ലാം എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, അത് നിവൃത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് യേശുക്രിസ്തു അത് നിവൃത്തിയായി എന്ന് പറഞ്ഞു.
അപ്പോൾ പ്രിയ സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന പഴയ നിയമ പുസ്തകങ്ങൾ യേശുക്രിസ്തു വന്നതിന് ശേഷവും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തെ നമ്മൾ എപ്പോൾ അനുസരിക്കും? ഒരു വാക്യം ഞാൻ വായിക്കാം. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഗലാത്യലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കണമെന്നാണ്. അപ്പൊ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു പ്രമാണവും മോശ വഴി ദൈവം നൽകിയ ന്യായപ്രമാണവും, അങ്ങനെ 2 ന്യായപ്രമാണമുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലുമായിട്ട് പൗലോസ് അപ്പോസ്തലൻ 103 പ്രാവശ്യം ന്യായപ്രമാണം എന്ന് പറയുന്നുണ്ട്. അതിൽ 103 പ്രാവശ്യം പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണം എന്ന് റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും പറയുന്നുണ്ട്. അതിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ എന്ന് പറയുന്നുള്ളൂ. ബാക്കിയുള്ള 102 പ്രാവശ്യവും ന്യായപ്രമാണം അനുസരിക്കണമെന്നുള്ള ഒരു സൂചന പോലും ഇല്ല എന്നുള്ളതാണ്. അതായത് മോശ മുഖാന്തരം നൽകിയ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ 102 പ്രാവശ്യം ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അതിൽ ഒരു വാക്യം പോലും മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ 103ാമത് പറഞ്ഞ ന്യായപ്രമാണം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ എന്ന് പൗലോസ് പറഞ്ഞു. അപ്പോൾ മോശ വഴി നൽകിയ അല്ലെങ്കിൽ മോശ മുഖാന്തരം നൽകിയ ന്യായപ്രമാണത്തിൻ്റെ പോരായ്മകളും അത് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാത്തതും അത് മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ കഴിയാത്തതും അത് മനുഷ്യൻ അനുസരിക്കാൻ കഴിയാത്തതും ആണെന്ന് പൗലോസ്ലീഹ വ്യക്തമായി ലേഖനങ്ങളിൽ പറഞ്ഞേക്കുവാണ്. എന്നാൽ മനുഷ്യന് നിവർത്തിക്കുവാൻ കഴിയുന്ന ന്യായപ്രമാണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ്. ആ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുവാൻ, അത് പഠിക്കുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ ഇന്നത്തെ വിശ്വാസികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന പഴയ നിയമ പുസ്തകങ്ങളിൽ അവർ സമയം കളയുന്നു എന്നുള്ളതാണ്. ആവശ്യമില്ലാതെ അത് പഠിക്കുന്നു എന്നുള്ളതാണ്. അതിലെ പല ആചാരങ്ങളും ഇന്നും ചെയ്തു വരുന്നു എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി താക്കീത് നൽകിയിട്ടുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനും രക്ഷപ്പെടുകയില്ല, ഒരു മനുഷ്യന് നീതീകരിക്കപ്പെടുകയില്ല, ഒരു മനുഷ്യനും വിശുദ്ധി പ്രാപിക്കുകയുമില്ല എന്ന് പൗലോസ്ലീഹ വ്യക്തമായി പറഞ്ഞിട്ടും ഇന്നും ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന വിശ്വാസികൾ ഈ ന്യായപ്രമാണ പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും വായിച്ച് ആ ക്രിസ്തുവിലെത്താതെ ഇന്നും ആ ചൂണ്ടുപലകയിൽ കിടക്കുകയാണ്. ഞാൻ ഗലാത്യ ലേഖനത്തിലെ ഒരു വാക്യം വായിച്ച് പൗലോസ്ലീഹ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യം ഞാൻ വായിക്കാം. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പം ഈ ന്യായപ്രമാണം എന്ന ചൂണ്ടുപലക ചൂണ്ടി കാണിക്കുന്നത് ക്രിസ്തുവിനെയാണ്. എങ്ങനെയാണെന്നറിയോ? ന്യായപ്രമാണത്താൽ നീതീകരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം, ക്രിസ്തുവിനെ വിശ്വസിക്കണം, ക്രിസ്തുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നീതീകരിക്കപ്പെടും എന്ന് ന്യായപ്രമാണം പറഞ്ഞു. അങ്ങനെ ന്യായപ്രമാണം ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം വരുന്നതിന് മുമ്പ് മനുഷ്യനെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നിലനിർത്തുവാൻ വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തു വന്നതിന് ശേഷം ആ ന്യായപ്രമാണത്തിൻ്റെ സൂക്ഷിപ്പിലിരുന്ന ജനത്തെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം മനുഷ്യനെ ക്രിസ്തുവിലേക്ക് കൊണ്ടെത്തിച്ചു.
അതിനു വേണ്ടിയിട്ടാണ് ദൈവം ന്യായപ്രമാണത്തെ നൽകിയിരുന്നത്. എല്ലാ ഉദ്ദേശങ്ങളും ഞാൻ പറഞ്ഞില്ല, ഒരൊറ്റ കാര്യം മാത്രമേ. പൗലോസ് പറഞ്ഞിങ്ങനെയാണ്, ന്യായപ്രമാണം ക്രിസ്തു വരുന്നതിന് മുമ്പ് ജനത്തെ സൂക്ഷിക്കാൻ വേണ്ടി നൽകിയിരുന്നതാണെന്നും, എന്നാൽ ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ജനം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ഈ ന്യായപ്രമാണം യേശുവിലേക്ക് ജനത്തെ നടത്തിക്കൊണ്ട് പോകുന്ന ശിശുപാലകനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സൗരസൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, ഈ വേദപുസ്തകത്തിൽ എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നല്ലതാണ്. വേദപുസ്തകത്തിലെ പഴയ നിയമ പുസ്തകങ്ങളൊന്നും വായിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ വേദപുസ്തകത്തിലെ പഴയ നിയമവും കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം സഭ സ്ഥാപിതമായതിനു ശേഷം സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രമാണങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഇന്ന് പ്രസക്തിയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വെറും 2 ലേഖനങ്ങളിൽ മാത്രം 103 പ്രാവശ്യം ന്യായപ്രമാണം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് 102 പ്രാവശ്യവും പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെ അനുസരിക്കേണ്ട കാര്യമല്ല, അനുസരിക്കേണ്ട ആവശ്യമില്ല, അതനുസരിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു പ്രാവശ്യം ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്താണ്, മോശ മുഖാന്തരം വന്ന ന്യായപ്രമാണം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ആ തിരിച്ചറിവ് വിശ്വാസികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നും വിശ്വാസികൾ ആ മോശയുടെ ന്യായപ്രമാണത്തിൽ കിടന്ന് ജീവിതം പാഴാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സൗരസൗരന്മാരെ ഞാനിങ്ങനെ പറയാം, മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വെറും ചൂണ്ടുപലകകൾ മാത്രമാണ്. ആ ചൂണ്ടുപലകയിൽ കിടന്ന് സമയം കളയാതെ അത് ചൂണ്ടിക്കാണിച്ച് എന്ന ക്രിസ്തുവിൽ വന്ന് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്താണോ അതനുസരിക്കണമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് പെന്തക്കോസ്ത് ശുശ്രൂഷകന്മാർ പഠിപ്പിക്കുന്നത് പോലെ ന്യായപ്രമാണത്തിലെ കഥകളും സംഭവങ്ങളും ന്യായപ്രമാണത്തിൻ്റെ അനുഗ്രഹങ്ങളും ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകളും ആചാരങ്ങളും ഒക്കെ ഇന്ന് വിശ്വാസികളെ പഠിപ്പിച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്യുവാണെന്നുള്ള കാര്യം വിശ്വാസികൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രിയ സൗരസൗരന്മാരെ ഞാനിങ്ങനെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറഞ്ഞു, പഴയ നിയമ പുസ്തകങ്ങളിലെല്ലാം എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, അവർ അത് നിവൃത്തിയാകണമെന്ന് ഞാൻ നിങ്ങളോട് കൂടെ ജീവിച്ച കാലത്ത് പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണെന്ന് ക്രിസ്തു അവർക്ക് തെളിയിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കണം. അങ്ങനെ തെളിയിച്ചു കൊടുത്തിട്ട് അത് മനസ്സിലാക്കുവാനായിട്ട് ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയുവാനുള്ളത്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് നമ്മുടെ ബുദ്ധിയെ തുറക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ലഭിക്കേണ്ട ആവശ്യവുമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രബോധനം ഇതാണ്: പഴയ നിയമ ഗ്രന്ഥങ്ങളും പുതിയ നിയമ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളും അജഗജാന്തരമുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നൽകിയ ന്യായപ്രമാണത്തെ യേശുക്രിസ്തു നവീകരിച്ച് നമുക്ക് തന്നു എന്നുള്ളതാണ്. അത് ഞാനൊരു ഉദാഹരണം കൊണ്ട് പറയാം. മോശ നൽകിയ ന്യായപ്രമാണത്തെ യേശുക്രിസ്തു നവീകരിച്ച് നമുക്ക് തന്നു എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറയാം. കൊല ചെയ്യരുതെന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കരുത് എന്നാണ്. വ്യഭിചാരം ചെയ്യരുതെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കരുത് എന്നാണ്. അപ്പോൾ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന
ആ കാര്യങ്ങളെ യേശുക്രിസ്തു നവീകരിച്ച് നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് പഴയ നിയമത്തെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ നവീകരിച്ച് നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള ആ സത്യം നമ്മൾ മനസ്സിലാക്കി യേശുക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് യേശുക്രിസ്തുവിന് മഹത്വം വരുന്ന വിധത്തിൽ നാം ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം ഇതിന് ഒരു രണ്ടാം ഭാഗമായിട്ട് യേശുക്രിസ്തുവിൻ്റെ കൃപയും ന്യായപ്രമാണം നമുക്ക് അനുസരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സമയം പോലെ അത് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുവരേക്കും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.